എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഫെബ്രുവരി 6-7 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാംസുകളാണ് വരാനിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SBCID, ഇങ്ങനെ ഒരു വലിയ ലൈനപ്പ് തന്നെ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്യുന്നുണ്ട്. ദെൻ മെന്റർ സപ്പോർട്ട് ഉണ്ട്. 400 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും. മോഡൽ എക്സാംസ് ഉണ്ടാവും. ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതിന്റെയൊക്കെ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും. സോ ഇതെല്ലാം കൂടി ചേർത്ത് ഇപ്പൊ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് 2499 രൂപയ്ക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോഴ്സ് ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക. ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ 75 93 98 57 57 എന്നുള്ളതാണ്. ഇനി അതല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡിഗ്രി ലെവൽ പറഞ്ഞതുപോലെ തന്നെ 2026 10th ലെവൽ എക്സാംസും കുറച്ച് നടക്കുന്നുണ്ട് അല്ലെ. പ്രധാനമായിട്ടും വെബ്കോ LDCയും ദെൻ വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റും ഒക്കെ നടക്കാനുണ്ട്. ദെൻ 2027 LDCയും വരാനുണ്ട്. അപ്പൊ ഈ എക്സാമുകൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നവർക്കും ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും 200 മണിക്കൂർ വരെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യും. ദെൻ മെന്റൽ സപ്പോർട്ട് ഉണ്ട്. ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകളുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ട്. മോഡൽ എക്സാംസ് ഉണ്ട്. ദെൻ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാംസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുണ്ട്. ഇതിന്റെയൊക്കെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും. സോ ഈ ഒരു കോഴ്സിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 1499 രൂപയാണ്. 2999 ആയിരുന്നു, അത് നിങ്ങൾക്ക് വേണ്ടി 1499 രൂപയ്ക്ക് നൽകുകയാണ്. സോ ഏറ്റവും നല്ല അവസരമാണിത്. ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ സ്ക്രീനിലുണ്ട്. ദെൻ ഇതും ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപയോഗമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം. ഒരു പ്രധാനപ്പെട്ട നിയമനമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയായിട്ട് 2026 ഫെബ്രുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ആര് എന്നുള്ളതാണ്. അത് യുംനാം ഖേംചന്ദ് സിംഗ്. ആരാണ്? യുംനാം ഖേംചന്ദ് സിംഗ് ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കുറച്ച് പ്രയാസമാണ് പഠിക്കാനെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മണിപ്പൂരിന്റെ ഒരു ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 2025 ഫെബ്രുവരിയിലാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബീരേൻ സിംഗ് അന്ന് രാജിവെക്കുന്നത്. സോ അതിനെ തുടർന്ന് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ദെൻ ഇപ്പോൾ 2026 ഫെബ്രുവരിയിൽ അതിന്റെ കാലാവധി കഴിയുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ അന്ന് എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? മുഖ്യമന്ത്രി രാജിവെച്ചിരുന്നു എങ്കിലും അന്ന് നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 2025 രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ വന്നുവെങ്കിലും അന്ന് നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ല. സോ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി എന്ത് ചെയ്തിരിക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് യുംനാം ഖേംചന്ദ് സിംഗ് എന്നാണ്. ഇനി മുഖ്യമന്ത്രി മാത്രമല്ല 2 ഉപമുഖ്യമന്ത്രിമാർ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാനമേറ്റിട്ടുണ്ട്. സോ അവരെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കാം. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെംച കിപ്ചൻ. ആരാണ്? നെംച കിപ്ചൻ ആണ് ഒരാള്. ദെൻ ലോസി ദിഖോ. ആരൊക്കെയാണ്? നെംച കിപ്ചൻ, അതുപോലെ തന്നെ ലോസി ദിഖോ എന്ന് 2 പേരാണ് അവിടുത്തെ പുതിയ ഉപമുഖ്യമന്ത്രിമാരെന്ന് പറയുന്നത്. ഇതിൽ ഈ പറയുന്ന നെംച കിപ്ചൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ആവുന്ന ആദ്യത്തെ എന്താണ് കുക്കി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. then ആദ്യത്തെ വനിത കൂടിയാണ്, ഉപമുഖ്യമന്ത്രി ആവുന്ന ആദ്യത്തെ വനിത കൂടിയാണ്. അപ്പൊ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ്. ഓൾറെഡി തന്നെ ഉള്ളൊരു കാര്യമാണ്. അതായത് സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? അപ്പൊ എന്താണ് സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് MK സക്കീർ ആണെന്നുള്ള കാര്യം ഓർക്കുക. നമുക്കറിയാം അല്ലെ, ഇദ്ദേഹം മുൻ PSC ചെയർമാൻ ഒക്കെ ആയിരുന്നു. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹത്തെ വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ടൊക്കെ നിയമിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ ഈ പറയുന്ന ഇപ്പോൾ ഈ വഖഫ് ബോർഡ് എന്ത് ചെയ്തു, പുനഃസംഘടിപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒന്നുകൂടി ഈ ഒരു പോയിന്റ് ഒന്ന് ചർച്ച ചെയ്ത് അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് MK സക്കീർ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ അല്ലെങ്കിൽ വാണിജ്യ ബഹിരാകാശ നിലയം ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബഹിരാകാശ നിലയം. അപ്പൊ ഇതിനെപ്പറ്റി ഇപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, കാരണം ഓൾറെഡി തന്നെ ഇത് വാർത്തകളിൽ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് 2026 വിക്ഷേപിക്കും ഇരുന്നതാണ്. പക്ഷേ ഇത് 2027 ആയിരിക്കും ഇനി വിക്ഷേപിക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ 2026 ഇത് വിക്ഷേപിക്കാൻ ഇരുന്നത്, പക്ഷേ 2027 ആകും ഇനി വിക്ഷേപിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് ഹേവൻ ഓൺ. എന്താണ് ഹേവൻ ഓൺ എന്നാണ് ഈ പറയുന്ന ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബഹിരാകാശ നിലയത്തിന്റെ പേരെന്ന് പറയുന്നത്. ദെൻ ഫാൽക്കൺ 9 റോക്കറ്റിലായിരിക്കും ഇത് വിക്ഷേപിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ അമേരിക്കൻ സ്പേസ് കമ്പനി ആയിട്ടുള്ള വാസ്റ്റ് സ്പേസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് വികസിപ്പിക്കുന്ന ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള വാസ്റ്റ് സ്പേസ് വികസിപ്പിക്കുന്ന ഹൈവൻ 1, അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണ്? ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബഹിരാകാശ നിലയമാണ്. അപ്പോൾ 2027 കൂടി എന്ത് ചെയ്യും, അത് വിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിക്കുക.
ഇനി അടുത്തത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 26 പ്രഖ്യാപിച്ചതെങ്കിലും 2024 പുരസ്കാരമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. ആർക്കാണ്? മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ് ഈ പറയുന്ന 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. ഇനി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. അതായത് മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനകളൊക്കെ പരിഗണിച്ച് നമ്മുടെ സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അതിനൊപ്പം തന്നെ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും എന്തുണ്ട്? സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ? ഒരു പുരസ്കാരമാണ് അല്ലെ. എന്ത് പുരസ്കാരം ചോദിച്ചത്? 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ്. ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് പെപിത സേത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇപ്പോൾ പെപിത സേത്തിന് ഇന്ത്യൻ പൗരത്വം കിട്ടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരി അല്ല, പക്ഷേ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനോടൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കേരള കൾച്ചറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന പെപിത സേത്ത് എന്ന് പറയുന്നത്. ദെൻ ഇവിടുത്തെ കലകളെയും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് വിദേശ രാജ്യങ്ങൾക്കും മറ്റുമൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത, അല്ലെങ്കിൽ എന്താണ് അവിടെയൊക്കെ ഇതിന്റെയൊക്കെ വിഷ്വലുകളൊക്കെ എന്താണ് എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന പെപിത സേത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഒരു 2026 പെപിത സേത്തിന് ഇന്ത്യൻ പൗരത്വം നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പെപിത സേത്തിന് ഇന്ത്യൻ പൗരത്വം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. പൊതു വാർത്താ പ്രാധാന്യമുള്ള കാര്യമായിട്ട് കണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചർച്ച ചെയ്യുന്നു മാത്രം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെപിത സേത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മശ്രീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2012 ഈ പറയുന്ന പെപിത സേത്തിന് പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കിഴക്കൻ നാഗാലാൻഡിലെ 6 ജില്ലകൾ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? പ്രത്യേക ഭരണാധികാരമുള്ള ഫ്രോണ്ടിയർ നാഗാലാൻഡ് ടെറിട്ടോറിയൽ അതോറിറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ്? നമ്മുടെ നാഗാലാൻഡിലെ, പ്രത്യേകിച്ച് കിഴക്കൻ നാഗാലാൻഡ് ഒരു പ്രത്യേക സംസ്ഥാനമാക്കണമെന്നുള്ള ഒരു ആവശ്യം കുറെ കാലം കൊണ്ട് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? കിഴക്കൻ നാഗാലാൻഡിലെ 6 ജില്ലകൾക്കായിട്ട് പ്രത്യേക ഭരണാധികാരമുള്ള ഫ്രോണ്ടിയർ നാഗാലാൻഡ് ടെറിട്ടോറിയൽ അതോറിറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചത് നമ്മുടെ ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷൻ, പിന്നെ നാഗാലാൻഡ് സർക്കാർ, നമ്മുടെ കേന്ദ്ര സർക്കാർ, ഇവരെല്ലാം കൂടി ചേർന്നാണ് എന്ത് ചെയ്തത്? ഒപ്പുവെച്ചത്. ഇതിനൊരു 46 കാര്യങ്ങളിൽ നിയമനിർമ്മാണം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് പ്രത്യേകമായുള്ള അധികാരം ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ടാലന്റിന്റെ ഏറ്റവും പുതിയ ഓഫർ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. അതായത് ടാലന്റിന്റെ ഓൾഡ് ബുക്ക് ക്ലിയറൻസ് ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെഗാ സെയിലിന്റെ ഭാഗമായിട്ട് ടാലന്റിന്റെ ബുക്കുകൾ, ഏറ്റവും പഴയ ബുക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 1 കിലോ ബുക്ക് 99 രൂപ എന്ന് പറയുന്ന ഓഫറിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന 85 90 57 57 10 എന്ന നമ്പറിലോ, അല്ലെങ്കിൽ 85 90 57 57 12 എന്ന് പറയുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാലും മതി. veranda.channelkerala.com/books എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയുന്നതാണ്. സോ ലിമിറ്റഡ് ഓഫർ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ പഴയ ബുക്കുകൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേസ് വാദിച്ച മുഖ്യമന്ത്രി. അപ്പോൾ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്താണ് നിലവിൽ അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരു കേസ് വാദിച്ചിരിക്കുകയാണ്. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജി ആണ്. ആരാണ്? മമതാ ബാനർജി ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഏത് ഹർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഹാജരായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ SIR ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതിലാണ് SIR എന്ന് പറയുന്നത്. അപ്പൊ ആ SIR ബന്ധപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഹാജരായതും കേസ് വാദിച്ചതും. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇപ്പോ മമതാ ബാനർജി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്. 2026 ഫെബ്രുവരിയിൽ എന്ത് ചെയ്തിരിക്കുന്നു? സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി കേസ് വാദിച്ചു എന്ന് പറയുന്നത് ആരാണ്? ഈ മമതാ ബാനർജി ആണ്. SIR ബന്ധപ്പെട്ട ഹർജിയിലാണ് എന്ത് ചെയ്തത്? വാദിച്ചു എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, സിലിഗുരി ഇടനാഴിയിൽ എന്ത് ചെയ്യുന്നു? ഇന്ത്യ ഭൂഗർഭ റെയിൽ പാത നിർമ്മിക്കാനായിട്ട് പദ്ധതി ഇടുകയാണ്. അപ്പോൾ സിലിഗുരി ഇടനാഴി അല്ലെ, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന സിലിഗുരി ഇടനാഴി വന്നിട്ടുള്ളത്. സോ അത് ഇവിടെ പശ്ചിമ ബംഗാളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള സിലിഗുരി ഇടനാഴിയിൽ ഇന്ത്യ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഭൂഗർഭ റെയിൽ പാത നിർമ്മിക്കാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ ഈ പറയുന്ന പശ്ചിമ ബംഗാളിലെ ടിൻ
ടിൻമിലെ ഹാത്തിനും ദെൻ രംഗപാണിക്കും ഇടയിലായിട്ടാണ് ഭൂഗർഭപാത വരുന്നത്. അപ്പൊ എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ ടിൻമിലെ ഹാത്തിനും ദെൻ രംഗപാണിക്കും ഇടയിലായിട്ടാണ് ഈ ഒരു ഭൂഗർഭപാത വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ റെയിൽപാത എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ റെയിൽവേ മന്ത്രിയെ പറയാതെ പോകുന്ന മോശമല്ലേ? ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. അപ്പൊ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശ രാജ്യം നമ്മൾ ഓൾറെഡി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല പല രാജ്യങ്ങളിൽ പല പല സമയങ്ങളിലായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യാറുണ്ട്? സന്ദർശനം നടത്താറുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിൽ 2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണടാ? മലേഷ്യയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഇൻ കേസ് എന്തെങ്കിലും ഓണറൊക്കെ കിട്ടുന്നെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ എഗ്രിമെന്റിലൊക്കെ ഒപ്പുവെക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം? അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്തേക്കാം. ഇനി അടുത്തത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ WPL. ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു WPL-ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അത് കഴിയുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സോ അത്തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. വുമൻസ് പ്രീമിയർ ലീഗ് 2026 വുമൻസ് പ്രീമിയർ ലീഗ് ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണെന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക. ഇപ്പോൾ നടന്നത് 4ാമത്തെ എഡിഷൻ ആണ്. എത്രാമത്തെ? 4ാമത്തെ എഡിഷൻ ആണ് ഇപ്പോൾ നടന്നത് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ദെൻ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? 4ാമത്തെ എഡിഷനല്ലേ ആയുള്ളൂ. അപ്പൊ ജേതാക്കൾ എന്ന് പരിചയപ്പെട്ടു വരാം. ആദ്യത്തെ എഡിഷൻ നടന്നത് 2023 അന്ന് ആരാണ്? മുംബൈ ഇന്ത്യൻസ് ജേതാക്കളായി. ദെൻ അതിനുശേഷം 2024 എന്ത് ചെയ്തു? RCB ജേതാക്കളായി. ദെൻ അതിനുശേഷം 2025 നടന്നു. അപ്പോഴും ആര് ജേതാക്കളായി? മുംബൈ ഇന്ത്യൻസ് ജേതാക്കളായി. ദെൻ 2026 ഇപ്പോൾ ആരാണ്? RCB ആണ്. സോ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു. RCBയുടെ 2ാമത്തെ കിരീടമാണ്. ദെൻ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടി എന്ന് പറയുന്ന മുംബൈ ഇന്ത്യൻസിന്റെ റെക്കോർഡിനൊപ്പം എത്താനും ആർക്കായി? RCBക്കായി എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ആരായിരുന്നു ഈ കിരീടത്തിലേക്ക് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നയിച്ച ക്യാപ്റ്റൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൃതി മന്ദാനയാണ് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്തേക്കണം. അപ്പൊ ആരാണ് ക്യാപ്റ്റൻ? സ്മൃതി മന്ദാനയാണ് ക്യാപ്റ്റൻ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യണം. ഇനി ഇവർ ആരെയാണ്, അതായത് ഈ RCB ആരെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ്. ആരെയാണ്? ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയാണ് ഈ പറയുന്ന RCB കിരീടം നേടിയത്. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ച് അവരുടെ 4ാമത്തെ ഫൈനലാണ്. അപ്പോൾ ഈ 4 സീസണുകളിലും ഫൈനൽ കളിച്ച ഏക ടീം എന്ന് പറയുന്ന ആര് തന്നെയാണ്? ഡൽഹി ക്യാപിറ്റൽസ് ആണ്. പക്ഷെ ഒരു തവണ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? വിജയം നേടാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു ടൂർണമെന്റ് നമ്മൾ ചർച്ച ചെയ്യണം അല്ലെ? അപ്പോൾ നമ്മളൊരു ടൂർണമെന്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നോക്കണം? ഫൈനലിലെ താരമാരാണ്, ടൂർണമെന്റിലെ താരമാരാണ്, കൂടുതൽ റൺസ് ആർക്കാണ്, കൂടുതൽ വിക്കറ്റ് ആർക്കാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിലെ ഫൈനലിലെ താരം എന്ന് പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സ്മൃതി മന്ദാനയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഫൈനലിലെ താരം സ്മൃതി മന്ദാനയാണ്, RCBയുടെ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയാണ്. ദെൻ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും ആര് തന്നെയാണ്? സ്മൃതി മന്ദാന തന്നെയാണ്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അത് അവിടെ ഒരു സൈഡിലങ്ങ് ഇരിക്കട്ടെ. ഇനി ഈ ടൂർണമെന്റിലെ താരം ആരാണ്? അത് സോഫി ഡിവൈൻ. ആരാണ്? സോഫിയ ഡിവൈൻ ആണ്. സോഫിയ ഡിവൈൻ എന്ന് പറയുന്നത് ഗുജറാത്ത് ജെയിൻസിന്റെ താരമാണ്. അപ്പോൾ അവർ ഫൈനലൊന്നും കളിച്ചിട്ടില്ല. പക്ഷേ സോഫിയ ഡിവൈൻ ആണ് ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത്. ദെൻ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ആര് തന്നെയാണ്? സോഫിയ ഡിവൈൻ ആണ് കേട്ടോ. അപ്പോൾ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ടൂർണമെന്റിലെ താരവും ആര് തന്നെയാണ്? സോഫിയ ഡിവൈൻ ആണ്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഈ ഒരു ടൂർണമെന്റിലാണ് നമ്മൾ ടൂർണമെന്റ് പറയുമ്പോൾ അതിലെ മലയാളി സാന്നിധ്യം പറയണ്ടേ? ഇല്ലെങ്കിൽ വളരെ മോശമല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടൂർണമെന്റിലെ മലയാളി സാന്നിധ്യങ്ങൾ നോക്കിയേക്കാം. അപ്പോൾ ഈ ഫൈനൽ കളിച്ച ടീമിൽ ഡൽഹി ക്യാപിറ്റൽസിൽ ഒരു മലയാളി ഉണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ള പേര് തന്നെയാണ് മിന്നുമണി. ദെൻ RCBയിൽ നിലവിൽ മലയാളികളൊന്നും ഇല്ല. ദെൻ നമ്മുടെ മുംബൈ ഇന്ത്യൻസിൽ ഒരു മലയാളി ഉണ്ട്, സജന സജീവൻ. അതുപോലെ തന്നെ ആശാ ശോഭനയുണ്ട്. ആശാ ശോഭന എന്താണ്? UP വാരിയേഴ്സിലാണ് കേട്ടോ. ആശാ ശോഭന UP വാരിയേഴ്സിലാണ്. ദെൻ ഒരു പ്രത്യേകത ഉള്ളത് ഈ പറയുന്ന എന്താണ് WPL ലേലത്തിൽ 1 കോടിക്ക് മുകളിൽ ലഭിക്കുന്ന ആദ്യ മലയാളി എന്ന് പറയുന്നത് ആശാ ശോഭനയാണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഈ ഒരു ടൂർണമെന്റിന്റെ ഇടയ്ക്ക് തന്നെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? നഡാലി സ്കീവറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ്? ഈ ഒരു ടൂർണമെന്റിൽ അവരുടെ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. അതായത് WPL അഥവാ വുമൻസ് പ്രീമിയർ ലീഗിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയത് ആരാണ്? നഡാലി സ്കീവർ ബ്രണ്ടാണ് അല്ലെ? അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ വെച്ചിട്ട് അമലിയ ഖെർ 50 വിക്കറ്റ് പൂർത്തിയാക്കി. അതായത് WPL ചരിത്രത്തിൽ 50 വിക്കറ്റ് നേടിയ ആദ്യ ബോളർ അല്ലെങ്കിൽ WPL ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അമലിയ ഖെർ ആണ്. ദെൻ അതുപോലെ തന്നെ ഹർമൻപ്രീത് കൗറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? WPL 1000 റൺസ് തികച്ചു. അതായത് വുമൻസ് പ്രീമിയർ ലീഗിൽ 1000
1000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. ദെൻ അല്ലാതെ WPL ഏറ്റവും കൂടുതൽ റൺസ് അല്ലെങ്കിൽ 1000 റൺസ് തികച്ച ആദ്യ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നഡാലിസ് ക്യൂർബ്രണ്ട് ആണ്. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞത് 2026 അല്ലെങ്കിൽ 4ാമത് എന്താണ് വുമൻസ് പ്രീമിയർ ലീഗിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. കാരണം ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നല്ല ചോദ്യമാണിത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട 2 വിയോഗങ്ങളാണ്. അതിൽ ആദ്യത്തേത് 2026 അന്തരിച്ച മെക്സിക്കൻ ചലച്ചിത്ര നടൻ. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഹെറാർഡോ ഡെറസെന. ആരാണ്? ഹെറാർഡോ ഡെറസെന എന്നാണ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ്, ജി ഒക്കെ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. പക്ഷെ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ ഹെറാർഡോ ഡെറസെന എന്നാണ്. സോ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ 2 ചിത്രങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് അപ്പോകലിപ്റ്റോ. എന്താണ് അപ്പോകലിപ്റ്റോ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രതിനായക വേഷം, മിഡിൽ ഐ എന്ന് പറയുന്ന വേഷം. ഇദ്ദേഹത്തിന് ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു മിഡിൽ ഐ എന്ന് പറയുന്ന ആ വില്ലൻ വേഷം. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അടുത്തത് നാർക്കോസ് മെക്സിക്കോ എന്ന് പറയുന്ന വെബ് സീരീസ് ആണ്. അതിലെ പാബ്ലോ അക്കോസ്റ്റ എന്ന് പറയുന്ന വേഷം. അപ്പൊ എന്താണ് നാർക്കോസ് മെക്സിക്കോ എന്ന് പറയുന്ന വെബ് സീരീസിലെ എന്താണ് പാബ്ലോ അക്കോസ്റ്റ എന്ന് പറയുന്ന എന്താണ് വേഷം. സോ ഇത് രണ്ടും അദ്ദേഹത്തിന് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട 2 പ്രകടനങ്ങളാണ്. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഹെറാർഡോ ഡെറസെന എന്ന് പറയുന്ന മെക്സിക്കൻ ചലച്ചിത്ര നടൻ 2026 അന്തരിച്ചു. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗം എന്ന് പറയുന്നത് 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യയിലെ ട്രാവൽ റൈറ്റർ ആയിട്ടുള്ള ഹ്യൂ ഗാൻസർ. ആരാണ്? ഹ്യൂ ഗാൻസർ ആണ്. അപ്പോൾ ഹ്യൂ ഗാൻസർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ട്രാവൽ റൈറ്റർ എന്നതിനേക്കാളും നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഹ്യൂ ഗാൻസർ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിന് അതിന്റെ പേരിൽ എന്ത് ചെയ്തു? 2025 എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ ഒരു പത്മശ്രീ കൊടുത്തത്. 2025 കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ പറയുന്ന ലുക്കിംഗ് ബിയോണ്ട് എന്ന് പറയുന്നത്. അതായത് 1980 കാലയളവിൽ ദൂരദർശനിൽ വന്നൊരു പ്രോഗ്രാം ആയിരുന്നു ലുക്കിംഗ് ബിയോണ്ട് എന്ന് പറയുന്ന പരിപാടി. സോ അതിലൂടെ തന്നെ ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മറ്റൊക്കെ കാണിച്ചു കൊടുത്തൊരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന ഹ്യൂ ഗാൻസർ എന്ന് പറയുന്നത്. സോ അദ്ദേഹം എന്ത് ചെയ്തു? 2026 അന്തരിച്ചു. സോ അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ ഈ പറയുന്ന ലുക്കിംഗ് ബിയോണ്ട് എന്ന് പറയുന്ന പേരൊരു പുസ്തകം കൂടി ഉണ്ട് കേട്ടോ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ചേർന്ന് എഴുതിയ പുസ്തകമാണ്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫർ പ്രൈസ് ആയിട്ടുള്ള 999 രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിലൂടെ നിങ്ങൾക്ക് 200 മണിക്കൂറിലുള്ള ക്ലാസ്സുകളും ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ദെൻ മോഡൽ എക്സാംസും ടോപ്പിക് ബേസ്ഡ് റിവിഷൻ എക്സാംസും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. മെന്റർ സപ്പോർട്ട് ഉണ്ട്. സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. ദെൻ വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ചർച്ചയുടെ പോയിന്റുകൂടി നോക്കിയാലോ. ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയായിട്ട് 2026 ഫെബ്രുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? യുംനാം ഖേബ്ചന്ദ് സിംഗ് ആണ്. ദെൻ സംസ്ഥാന വഖഫ് ബോർഡിന്റെ എന്താണ് ചെയർമാനെ പറഞ്ഞു. ആരാണ്? അഡ്വക്കേറ്റ് MK സക്കീർ. ദെൻ അതിനുശേഷം പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബഹിരാകാശ നിലയം. എന്താണ് അതിന്റെ പേര്? ഹൈവൻ ഓൺ എന്നാണ്. അപ്പോൾ ഹൈവൻ ഓൺ എന്ന് പറയുന്നതാണ് ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബഹിരാകാശ നിലയം. 2026 വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടു. പക്ഷേ 2027 വിക്ഷേപിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനുശേഷം പറഞ്ഞത് ഒരു പുരസ്കാരമായിരുന്നു. അതായത് 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? കിഴക്കൻ നാഗാലാൻഡിലെ 6 ജില്ലകൾക്കായിട്ട് പ്രത്യേക ഭരണാധികാരമുള്ള ഫ്രോണ്ടിയർ നാഗാലാൻഡ് ടെറിട്ടോറിയൽ അതോറിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിനുള്ള ധാരണാപത്രങ്ങളൊക്കെ ഒപ്പുവെച്ച് കഴിഞ്ഞു. അപ്പൊ അതുകൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ അതിനുശേഷം സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേസ് വാദിച്ച മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജി ആണ്. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്. SIR-മായി ബന്ധപ്പെട്ട ഹർജിയിലാണ് എന്ത് ചെയ്തത്? ഈ ഒരു കേസ് വാദിച്ചതെന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? പെപിതാ സേത്ത്. അപ്പോൾ അറിയപ്പെടുന്ന നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പൈതൃകങ്ങളെ, നമ്മുടെ കലകളെയൊക്കെ വിദേശികൾക്ക് മുന്നിൽ എത്തിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പെപിതാ സേത്ത് എന്ന് പറയുന്നത്. അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ദെൻ അതിനുശേഷം പറഞ്ഞത് സിലിഗുരി ഇടനാഴിയിൽ എന്ത് ചെയ്യുന്നു? ഇന്ത്യ ഭൂഗർഭ റെയിൽപാത നിർമ്മിക്കാനായിട്ട് പദ്ധതി ഇടുകയാണ്. അപ്പോൾ ഈ സിലിഗുരി ഇടനാഴി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇടനാഴിയാണ് സിലിഗുരി എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി വിദേശ സന്ദർശനത്തിന് ഒരുങ്ങുന്ന കാര്യം പറഞ്ഞു. അതായത് 2026 ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു? മലേഷ്യ സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മൾ പറഞ്ഞു. 2026 WPL വുമൻസ് പ്രീമിയർ ലീഗ് ജേതാക്കൾ പറഞ്ഞു. 4ാമത്തെ എഡിഷൻ ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അവരുടെ 2ാമത്തെ കിരീടം എന്ന് പറഞ്ഞു. ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി 4 തവണയും ഫൈനലിലെത്തിയ ഏക ടീം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. പക്ഷേ 4 തവണയും അവർക്ക് കിരീടം നേടാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്.
അതിനുശേഷം പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട വിയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് 2026 അന്തരിച്ച മെക്സിക്കൻ ചലച്ചിത്ര നടൻ, അതിന്റെ പേര് ഹെറാർഡോ ടരസെന എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യയിലെ ട്രാവൽ റൈറ്റർ, അദ്ദേഹത്തിന്റെ പേര് ഹ്യൂ ഗാൻസർ. ആരാണ്? ഹ്യൂ ഗാൻസർ എന്നാണ്. സോ ഈ ഒരു പേര് കൂടി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ കുടുംബശ്രീ മിഷൻ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറുകൾ ഏതെന്നുള്ളതാണ്. അപ്പോൾ ടേക്ക് പോയിന്റ്, ഈറ്റ് പോയിന്റ്, മീറ്റ് പോയിന്റ്, ഫുഡ് പോയിന്റ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിമാനത്താവളമാകുന്നത് ഏതെന്നാണ്. അപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണോ, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണോ, മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണോ, ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണോ? ഇതുകൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2026 ക്രാഫ്റ്റ് പ്രൈസ് ജേതാവ് ആരെന്നാണ്. ഇപ്പോൾ പി മുരുകവേൽ, SK സതീഷ്, ജാഗി ശുക്ല, വീരഭദ്രൻ രാമനാഥൻ. ഇപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വീരഭദ്രൻ രാമനാഥനാണ്. ദെൻ ഭൗമശാസ്ത്രത്തിലെ നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഈ പറയുന്ന ക്രാഫ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്ന വീരഭദ്രൻ രാമനാഥൻ എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജനായ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഓങ്ങല്ലൂർ തളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലെന്നാണ്. ഇപ്പൊ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് എവിടെയാണ്? പാലക്കാട് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രം ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ സാംസ്കാരിക മന്ത്രാലയം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത്. സോ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാക്കി വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ഫെബ്രുവരി 6, 7 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.